പണ്ട് കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിന് പരിസരത്തുള്ള ഇല്ലങ്ങളിലെ ബ്രാഹ്മണരായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശാന്തി ചെയ്തിരുന്നത്. ഗുരുവായൂരിൽ നിന്നും 1.5 നാഴികയോളം അകലെയുള്ള നെന്മേനി ഇല്ലത്തെ നമ്പൂതിരിയായിരുന്നു ക്ഷേത്രത്തിലെ മേൽശാന്തി. ഒരു ദിവസം എന്തോ കാരണം കൊണ്ട് മേൽശാന്തിക്ക് പൂജയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം ഇല്ലത്തെ ഉണ്ണി നമ്പൂതിരിയെ പൂജ ഏൽപ്പിച്ചു. ഉണ്ണി നമ്പൂതിരി എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു. ഭഗവാന് വേണ്ട നിവേദ്യങ്ങളെല്ലാം സമർപ്പിച്ചു. എന്നാൽ ഭഗവാൻ നിവേദ്യങ്ങളൊന്നും കഴിക്കാത്തതിനാൽ ഉണ്ണിക്ക് വലിയ സങ്കടമായി. ഉണ്ണി നമ്പൂതിരി വിചാരിക്കുന്നു തൻ്റെ പൂജ ശരിയാവാത്തത് കാരണമാണോ, അതോ ഇനിയിപ്പോൾ നിവേദ്യങ്ങളൊന്നും ഒരു സാധുവില്ലേ, അതുകൊണ്ടായിരിക്കും ഭഗവാൻ കഴിക്കാത്തത്. അപ്പോൾ വിഷമമായപ്പോൾ ഉണ്ണി നമ്പൂതിരിക്ക് അത് ആലോചിച്ച വിഷമമായി. വേഗം ഉണ്ണി നമ്പൂതിരി ഇല്ലത്തേക്ക് ഓടി അവിടുന്ന് കുറച്ച് കടുമാങ്ങയും ഉറത്തൈരൊക്കെ ഇട്ട് ഓടി വന്ന് ഭഗവാനെ ഭക്തിയോടെ മനസ്സിൽ വിചാരിച്ച് ഊട്ടാൻ തുടങ്ങി. അപ്പോൾ ഈ ഉണ്ണി നമ്പൂതിരിയുടെ ഈ ഒരു ഭക്തിയും സ്നേഹവും ആ നിഷ്കളങ്കതയൊക്കെ കണ്ട് ഭഗവാൻ നേരിട്ട് വന്ന് സ്വാദോടെ അതെല്ലാം കഴിച്ചു. അങ്ങനെ ഭഗവാന് നിവേദ്യം എല്ലാം കൊടുത്ത് ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴിഞ്ഞ പാത്രമായിട്ടാണ് ഉണ്ണി നമ്പൂതിരി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ വാര്യര് ചോദിക്കും, അല്ല ഉണ്ണി, നീ ഈ നേദ്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോന്ന്. അപ്പോൾ കുട്ടി സന്തോഷം കൊണ്ട് മതി മറന്നിട്ട് പറയാണ്, അല്ല അങ്ങനെയൊന്നല്ല, കണ്ണൻ തന്നെയാണ് കഴിച്ചത്. കണ്ണന് നല്ല ഇഷ്ടപ്പെട്ടു, തൈരും പിന്നെ ഞാൻ കൊടുന്ന കടുമാങ്ങയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു, കണ്ണൻ തന്നെ ഒക്കെ സാധോടെ കഴിച്ചു പറയാണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ വാര്യർക്ക് അത്ര വിശ്വാസമില്ല. വാര്യ പറയും, നിൻ്റെ അച്ഛൻ വരട്ടെ, ഞാൻ നിനക്ക് നല്ല തല്ല് കൊള്ളിച്ച് തരാൻ പറയണം. അടുത്ത ദിവസം മേൽശാന്തി വന്നപ്പോൾ വാര്യര് മേൽശാന്തിയോട് പറയുകയാണ്, ഇന്നലെ ഉണ്ണി നേദ്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു എന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ മേൽശാന്തിക്കും ആകെ വിഷമമായി. അപ്പോൾ ഈ അവസരത്തിൽ ശ്രീകോവിലിൽ നിന്നൊരു അശരീരി കേൾക്കുകയാണ്, ഉണ്ണിയല്ല നിവേദ്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് കഴിച്ചത്. ഭഗവാന്റെ ഈ വാക്ക് കേട്ടപ്പോൾ മേൽശാന്തിയും വാര്യരും എന്താ പറയുക, സന്തോഷം കൊണ്ട് കണ്ണീര് പൊഴിക്കണം. അപ്പോൾ ഉണ്ണി നമ്പൂതിരിയോട് ഭഗവാൻ കാണിച്ച ഈ സ്നേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോഴും ഗുരുവായൂരപ്പന് തൃപ്പൂത്തരിക്ക് കടുമാങ്ങയും ഉറത്തൈരൊക്കെ നിവേദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ സ്മരിക്കുക.